ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ പൊന്നിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാലസംഘത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതായത് ഡിസംബർ 28-ന് ബാലസംഘം സ്ഥാപിച്ച ദിനമാണ്. അപ്പോൾ അവരുടെ കലാപരിപാടിയാണ്. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസും പാട്ടും ഫുഡ് ഫെസ്റ്റും എക്സ്പെരിമെൻറ്റ്സ് നടത്താനുള്ളൊരു ചെറിയൊരു കാർണിവൽ പോലെയാണ്. അപ്പോൾ മെമ്പറാണ് ഞങ്ങൾക്ക് പിക്കപ്പും ഡ്രോപ്പും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി തിരിച്ചു. നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം, കാര്യം എന്താണെന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ അയൽവക്കത്തെ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ സ്റ്റോപ്പ് കണ്ട് ഓർമ്മയുണ്ടോ? നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ബസ് മിസ് ചെയ്ത സ്റ്റോപ്പാട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ പിള്ളേരും മുതിർന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു. വലിയവരടക്കം പിള്ളേരുടെ ഒപ്പം ചേർത്തിട്ട് കുട്ടികളെ പോലെ തന്നെ ആയിട്ടോ അവസാനം. അപ്പോൾ നമ്മുടെ കാർണിവലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാലസംഘത്തിൻ്റെ കാർണിവൽ. അപ്പോൾ ആൾക്കാർ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവിടെ ഉള്ള ആൾക്കാർ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ആ വൈറ്റ് ഷർട്ടിലുള്ള കേട്ടോ നമ്മുടെ മെമ്പർ കുട്ടികളുടെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പൊന്നുവിൻ്റെ വഴക്ക നല്ലൊരു പാട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ARMലെ പാട്ടായിരുന്നു പൊന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കുട്ടികളായിട്ട് നല്ല രീതിക്ക് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് നല്ല സ്ട്രെസ് ഫ്രീ ആവട്ടോ. അടുത്ത പാട്ടും കൂടെ കേൾക്കാം. ആൾക്കാരൊക്കെ വന്നിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ നമുക്ക് പരസ്പരം കാണാത്തതുകൊണ്ട് അവിടുത്തെ മാഷ് നമ്മളോട് എല്ലാവരോടും സർക്കിളിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഈ കൂട്ടത്തിൽ ഇല്ലാത്തതാണെങ്കിൽ എന്നോടും ചേരാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനും അതുപോലെയൊക്കെ അവരുടെ അടുത്ത് സഹകരിച്ചു. ഇപ്പോൾ പരിപാടിയും ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവർ, അതായത് ഒരാളെ തൊടുമ്പോൾ ഒരാൾ പച്ചക്കറിയുടെ പേര് പറയുക, ഫ്രൂട്ട്സിൻ്റെ പേര് പറയുക, പൂവിൻ്റെ പേര് പറയുക, അങ്ങനെ കുറച്ച് റിഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത പാട്ട് കാണാം. നല്ല പാട്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗാന്ധിജീൻ്റെയൊക്കെ ഫോട്ടോ കാണിക്കുക, എന്തായിരുന്നു ഏതായിരുന്നു, അങ്ങനെ ഓരോരോ ചോദ്യങ്ങളൊക്കെ, അതായത് ജനറൽ നോളേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും പിള്ളേർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ വാട്ടർമെലൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും ഒരു ബൊഫേ സിസ്റ്റം പോലത്തിൽ എല്ലാവരോടും പോയി എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. പൊന്നുമൊക്കെ കഴിക്കുന്നുണ്ട്. ആ കഴിക്കുന്ന ടൈമും കൊണ്ട് ഈ മാഷ് ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോരോ ടാസ്കും സയൻസ് പറഞ്ഞു തന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും വരിക്ക് നിന്നിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് അവർ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അതുപോലെ ഓരോരുന്നൊക്കെ വീട്ടിൽ നിന്ന് കേട്ടോ ഓരോരോ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുത്തെന്നാണ് കേട്ടത്. അപ്പോൾ പിള്ളേരൊക്കെ വരിക്ക് പോയി എടുക്കുന്നുണ്ട് സാധനങ്ങൾ. കുറേ സാധനങ്ങളുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ നമ്മുടെ പൊന്നും പോയിട്ട് എടുത്തിട്ടുണ്ട്. പൊന്നും എടുത്തിട്ട് വന്ന് എനിക്കും തന്നു. അങ്ങനെ പരിപാടി കഴിഞ്ഞ് നമ്മളും തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ.